കടകളിൽ ഇഷ്ടപ്പെട്ട ഡിസൈനിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾ തിരയുമ്പോൾ പലരും ഓർക്കാറില്ല ഇതിന് പിന്നിലുള്ള അധ്വാനം. കൈകൾ മുതൽ യന്ത്രങ്ങൾ വരെ പണിയെടുത്താണ് മനോഹരമായ രൂപഭംഗിയിൽ ആഭരണങ്ങൾ നമ്മുടെ കയ്യിലെത്തുന്നത്. പണിക്കൂലിക്കും പണിക്കുറവിനും വിലപേശുമ്പോൾ ഓരോ ആഭരണവും നിർമ്മിക്കപ്പെടുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ നാം കാണണം, അറിയണം. യുഎഇയിലെ ആഭരണ നിർമ്മാതാക്കളിൽ മലയാളി സംരംഭകരിൽ മുൻനിരയിലാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യുഎഇ, സൌദി, ഖത്തർ എന്നിവിടങ്ങളിലായി 4 ഫാക്ടറികളാണ് മലബാറിനുള്ളത്. പ്രധാനമായും കമ്പ്യൂട്ടറൈസ്ഡ് ന്യൂമറിക്കൽ കട്ടിംഗ് എന്ന സാങ്കേതികത ഉപയോഗിച്ചാണ് ഭൂരിഭാഗം ആഭരണങ്ങളും നിർമ്മിക്കുന്നത്. സിഎൻസി എന്ന ചുരുക്കപ്പേരിലാണ് ആഭരണ നിർമ്മാതാക്കൾക്കിടയിൽ ഇത് അറിയപ്പെടുന്നത്. ഇനി സ്വർണ്ണാഭരണ നിർമ്മാണ ഘട്ടങ്ങൾ പരിചയപ്പെടാം. 9999 എന്ന അക്കം അച്ചടിച്ച സ്വർണമാണ് പൂർണ്ണമായും പരിശുദ്ധമായ സ്വർണം. 999, 995 എന്ന അക്കങ്ങളിലും സ്വർണ്ണക്കട്ടികൾ ആഭരണ നിർമ്മാണത്തിനായി കൊണ്ടുവരാറുണ്ട്. തനിത്തങ്കമായി ഇവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കൃത്യമായ അളവിൽ അലോയ്, ചെമ്പ് തുടങ്ങിയ മറ്റു ലോഹങ്ങൾ ഇടകലർത്തി 24 കാരറ്റ് ഉള്ള തനിത്തങ്കത്തെ ആഭരണ നിർമ്മാണത്തിനായി 22 കാരറ്റ് അല്ലയെങ്കിൽ സ്വർണ്ണ പരിശുദ്ധിയുടെ മാർക്കായ 916ലേക്ക് മാറ്റും. മാറ്റു കുറയാതിരിക്കാൻ സ്വർണം ഉരുക്കുമ്പോൾ 917ആയാണ് സ്വർണം വൈദ്യുതിയുടെ ചൂടിൽ ഉരുക്കിയെടുക്കുന്നത്. 1100 ഡിഗ്രി ചൂടിലാണ് സ്വർണം ഉരുക്കുന്നത്. വളയുടെ നിർമ്മാണത്തിലേക്കാണ് അറേബ്യൻ സ്റ്റോറീസ് ആദ്യം നിങ്ങളെ കൊണ്ടുപോകുന്നത്. കമ്പ്യൂട്ടർ രൂപകൽപ്പനയാണ് ഇപ്പോൾ വളയുടെ നിർമ്മാണത്തിലുള്ളത്. ഉരുക്കിയ സ്വർണം ചെറിയ കമ്പികളുടെ രൂപത്തിലാണ് കിട്ടുന്നത്. അത് റോളർ മിൽ ഉപയോഗിച്ച് പല വലുപ്പത്തിലുള്ള സ്വർണ്ണപ്പട്ടകളും കമ്പികളും ആക്കുന്നു. ഇത് സ്വർണ്ണപ്പണിക്കാരുടെ മേശമേൽ എത്തിക്കഴിഞ്ഞാലാണ് വളയുടെ പണി ആരംഭിക്കുക. വലുപ്പമനുസരിച്ച് ഇവർ സ്വർണ്ണക്കമ്പികൾ വളച്ച് വളയ രൂപത്തിലാക്കി ഗ്യാസ് ഉപയോഗിച്ച് രണ്ടറ്റങ്ങളും കൂട്ടിയോജിപ്പിക്കുന്നു. പിന്നീട് കാർബൈഡ് ടൂൾ, ഡയമണ്ട് ടൂൾ എന്നിവ ഉപയോഗിച്ച് വളയിൽ പലതരത്തിലുള്ള രൂപഭംഗികൾ തീർക്കുന്നു. കൈകൾ കൊണ്ടും യന്ത്രങ്ങളുടെ സഹായത്താലും പൂർണ്ണമായും 3D സാങ്കേതിക വിദ്യയിലും വളകളുടെ നിർമ്മാണം നടത്താനുള്ള സംവിധാനം മലബാറിന്റെ ഉടമസ്ഥതയിലുള്ള ഷാർജയിലെ അൽനസ, അൽബറാഖ് സ്വർണ്ണാഭരണ ഫാക്ടറികളിലുണ്ട്. ബംഗ്ലാദേശികളും മലയാളികളുമാണ് ഇവിടെ സ്വർണ്ണപ്പണിക്കാരായുള്ളത്. വളകളുടെ നിർമ്മാണത്തിൽ രസകരമായ ഒരു കാഴ്ചയുണ്ട്. വളകളുടെ ഭാഗങ്ങൾ കമ്പ്യൂട്ടർ ചിത്രങ്ങളിലേതുപോലെ മെഴുകിൽ നിർമ്മിച്ചെടുക്കും. ഇതൊരു ചെടിയുടെ തണ്ട് പോലെ ക്രമീകരിക്കും. എന്നിട്ട് ഇതിലേക്ക് സ്വർണം ഉരുക്കി ഒഴിക്കും.
മെഴുക് വേറെയാക്കി സ്വർണം മാത്രം തിരിച്ചെടുക്കും. ചെറിയ കട്ടറുകൾ കൊണ്ട് കൈകൊണ്ട് ഇവരെ കട്ട് ചെയ്തെടുത്താണ് കൂട്ടിയോജിപ്പിച്ച് പണിയാൻ മേശമേലെത്തിക്കുന്നത്. രൂപഭംഗി വരുത്തി നിർമ്മിച്ച വളകളുടെ പിന്നീടുള്ള യാത്ര പോളിഷിംഗ്, കളറിംഗ് എന്നീ ഘട്ടങ്ങളിലേക്കാണ്. ഇലക്ട്രോപ്ലേറ്റിംഗ് സാങ്കേതികതയും മിനുക്ക് പണികൾക്കായി ഇവർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നീട് വളകൾ രൂപത്തിനനുസരിച്ച് തരം തിരിച്ച് ടാഗുകൾ ചാർത്തിയാണ് ഫാക്ടറിയിൽ നിന്നും ഷോറൂമുകളിലേക്ക് എത്തിക്കുന്നത്. വളകളുമായി താരതമ്യം ചെയ്യുമ്പോൾ മാലകളുടെയും മോതിരങ്ങളുടെയും പണിയാണ് കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്. ഓരോ മാലയുടെയും ഡിസൈൻ, ഭാരം എന്നിവയ്ക്കനുസരിച്ച് യന്ത്രങ്ങൾ വെവ്വേറെ വേണം. 0.23 mm കനത്തിൽ 16 ഇഞ്ച് നീളമുള്ള മാലയ്ക്ക് 2 ഗ്രാം തൂക്കമുണ്ടാകും. ഇറ്റാലിയൻ നിർമ്മിത യന്ത്രങ്ങളാണ് മാല നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ഇനി ചില രസകരമായ ഫാക്ടറി വിശേഷങ്ങളിലേക്ക് വരാം. ജോലിക്ക് വരുമ്പോഴും പോകുമ്പോഴും ദേഹപരിശോധനയുണ്ട്. കൈകഴുകുന്ന സ്ഥലത്ത് മുതൽ മലമൂത്ര വിസർജനം നടത്തുന്ന ഇടങ്ങളിൽ വരെ വെള്ളം ഒഴുകിപ്പോകുന്നിടത്ത് ഫിൽറ്ററുകൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. ഒരു മാസം സ്വർണ്ണാഭരണ നിർമ്മാണത്തിനിടെ 600 മുതൽ 700 ഗ്രാം സ്വർണം വരെ പലയിടങ്ങളിലേക്കായി ഒഴുകിപ്പോകും. ഇതിൽ 50% പോലും തിരിച്ചെടുക്കാൻ ഇവർക്ക് കഴിയാറില്ല. ദിവസേന 5 കിലോയുടെ സ്വർണമാണ് ആഭരണങ്ങളായി മാറുന്നത്. ഒരു വള നിർമ്മിക്കാൻ 1 മണിക്കൂർ സമയം മതി. മാലയാണെങ്കിൽ 20 എണ്ണമോ 200 എണ്ണമോ ആയാലും അധ്വാനം ഒരുപോലെ തന്നെ. കഴിഞ്ഞ വർഷത്തെ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ ഏറ്റവും വലിയ മാലയുണ്ടാക്കി ദുബായ് ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയിരുന്നു. ഈ കൂറ്റൻ മാല ഉണ്ടാക്കിയത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഷാർജ ഫാക്ടറിയിലായിരുന്നു.